വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ആമുഖം. വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ അന്ത്യോക്യായിൽ വിജാതീയ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചു. വിശുദ്ധ പൗലോസിന്റെ സ്നേഹിതനായിരുന്നു അദ്ദേഹം. പൗലോസിന്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രേഷിത യാത്രകളിലും റോമിലെ കാരാഗ്രഹവാസകാലത്തും ലൂക്കായും കൂടെ ഉണ്ടായിരുന്നു. ഇക്കാരണങ്ങളാൽ വിജാതിയരുടെ ഇടയിലേക്ക് വളർന്നു വികസിച്ചുകൊണ്ടിരുന്ന സഭയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ മറ്റാരെയും ലൂക്കായ്ക്ക് കഴിയുമായിരുന്നു. സ്നാപക യോഹന്നാന്റെ ജനനത്തെ സംബന്ധിച്ച് ദേവാലയത്തിൽ വെച്ചുണ്ടായ അറിയിപ്പോടെ ആരംഭിക്കുന്ന സുവിശേഷം ദേവാലയത്തെക്കുറിച്ചുള്ള പരാമർശത്തോടെ തന്നെയാണ് അവസാനിക്കുന്നത്. ദേവാലയത്തിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടുള്ള യഹൂദ വീക്ഷണത്തിന്റെ സ്വാധീനം ഇവിടെ പ്രതിഫലിച്ചു കാണുന്നു. എന്നാൽ രക്ഷാകര പദ്ധതി വിജാതിയരെ കൂടെ ഉൾക്കൊള്ളിക്കുന്നതാകിയാൽ അവർക്ക് പ്രത്യേകിച്ചും സ്വീകാര്യമായൊരു വീക്ഷണം അവലംബിക്കുന്നതിലാണ് സുവിശേഷകന്റെ സവിശേഷ ശ്രദ്ധ പതിയുന്നത്. ഇത് വ്യക്തമാക്കാൻ എന്നോണം യേശു വിജാതിയരുടെ ഗലീലയിൽ പഠിപ്പിച്ചുകൊണ്ട് തന്റെ രക്ഷാകര ദൗത്യം ആരംഭിക്കുന്നതായും സകല ജാതികളോടും രക്ഷയുടെ സദ്വാർത്ത അറിയിക്കാൻ ശിഷ്യന്മാരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നതായും സുവിശേഷകൻ വിവരിക്കുന്നു. AD 70 ശേഷം ഗ്രീസിൽ വെച്ച് ഈ സുവിശേഷം വിരചിതമായി എന്ന് കരുതപ്പെടുന്നു. മത്തായിയും മർക്കോസും ഉപയോഗിച്ച മൂലരേഖകൾക്ക് പുറമെ മറ്റു പാരമ്പര്യങ്ങളും ഈ സുവിശേഷ രചനയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് വേണം അനുമാനിക്കാൻ. കാരണം മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായ ബാല്യകാല സുവിശേഷം, സ്നാപക യോഹന്നാനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ, നല്ല സമരിയക്കാരന്റെ ഉപമ, മാർത്തായെയും മറിയയെയും കുറിച്ചുള്ള വിവരണം, ധൂർത്തപുത്രന്റെ ഉപമ, ഫരീസേയന്റെയും ചുങ്കക്കാരന്റെയും ഉപമ, സക്കേവൂസിന്റെ ചരിത്രം, ഹെറോദോസിന്റെ മുമ്പാകെയുള്ള വിസ്താരം, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അനുഭവം തുടങ്ങി മറ്റു സുവിശേഷങ്ങളിൽ കാണാത്ത പലതും ലൂക്കായുടെ സുവിശേഷത്തിൽ ഉണ്ട്. ലഭ്യമായ എല്ലാ രേഖകളും സസൂക്ഷ്മം പരിശോധിച്ച് ക്രമീകൃതമായ ഒരു സുവിശേഷം എഴുതാനാണ് ലൂക്ക പരിശ്രമിക്കുന്നത്. പാരമ്പര്യങ്ങളെ വിശ്വസ്തയോടെ പുനരവതരിപ്പിക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്യുക, അവയെ സ്വന്തം വീക്ഷണത്തിന് യോജിച്ച വിധം ക്രമപ്പെടുത്തുകയും വിജാതീയ ക്രിസ്ത്യാനികളായ വായനക്കാർക്ക് താല്പര്യം തോന്നാൻ ഇടയില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിച്ചു കളയുകയും തൻ്റെ അനുഭവത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു ക്രിസ്തു ദർശനത്തെ അവതരിപ്പിക്കുക കൂടി ചെയ്യുന്നു. ലൂക്ക തന്നെയാണ് അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളുടെയും കർത്താവ് എന്ന വസ്തുത ഈ രണ്ട് പുസ്തകങ്ങളുടെയും വ്യാഖ്യാനത്തിന് പരസ്പര സഹായകമാണ്.